അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമായിരുന്നേ. ആർക്കും അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ട് ഇന്നൊരു എഗ്ഗ് മാത്രമായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ ബാക്കിയുള്ളത്. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതിനുശേഷം ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കിച്ചണും വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു വീട്ടിലത്തെ. ഇനി നമ്മൾ പുറത്തു പോവാണ്. കുറച്ച് സാധനങ്ങളും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുറവ് വേണ്ടല്ലേ പാപ്പു? എല്ലാത്തിനും ബ്ലഷ് വേണം. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും ഇറങ്ങാം. നല്ല വെയിലല്ലേ? നമ്മൾ അരളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മള് വെട്ടി കൊടുത്തപ്പോ അത് റെഡി. പിന്നെ അത് വിഷാണെന്ന് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല, അതിന്റെ ലീഫ്. മൊത്തം നാശിപ്പി, പിന്നെ വീണ്ടും റെഡി. അപ്പൊ ഓക്കെ, നമുക്ക് ഇറങ്ങാല്ലേ? ചെരുപ്പൊക്കെ ഇട്ടോ പാപ്പു? ഓക്കെ, നേരെ കിട്ടിയോ? ആമീസ് പുട്ടുപൊടിയോ വാങ്ങിക്കുന്ന പാപ്പു? നമ്മളേതെടുക്കില്ല ആശീർവാദം. ഇനി പാപ്പുനെ ഇറങ്ങണോ? സ്നാക്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ഐഡിയ ഇവരോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. വേണ്ട, അത് മതി, എടുത്തു. അതാ ദീദി എടുത്തിട്ടുണ്ട്, അത് മതി. എല്ലാവർക്കും നല്ല വിശക്കുണ്ട് കേട്ടോ. പക്ഷെ നല്ല ബ്ലോക്കാണ് ഇവിടെ. പാപ്പു വിശന്നിട്ട് ഒരു സ്നിക്കേഴ്സ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടല്ലേ പാപ്പു? ആണോ? ആമി ഇതൊക്കെ കിടക്കുന്നു. അപ്പൊക്കെ എല്ലാവർക്കും നല്ല വിശപ്പാട്ടോ. പക്ഷെ നോക്കുമ്പോൾ നല്ല ബ്ലോക്കും ഉണ്ട്. ഇത് എന്തിന്റെ ബ്ലോക്ക്? പക്ഷെ ഒരു കാരണവും ഉണ്ടാവില്ല എല്ലാ ബ്ലോക്കിനും. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്തും ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവധിയൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കാണ്. അപ്പൊ പതുക്കെ അനങ്ങി തുടങ്ങി. അവധിയാണ്. നമ്മൾ പോവാണ്. നോക്കാം നമുക്ക്. വീടെത്തി എല്ലാവർക്കും ഒന്ന് ഭക്ഷണം കഴിക്കണം അല്ലേ? നമ്മൾ വിശന്ന് വന്ന് നല്ല ബീഫ് ബിരിയാണി കഴിക്കാം കേട്ടോ. ബീഫ് ബിരിയാണി നമ്മളെ വീട്ടിലുണ്ടാക്കിയാണ്. അപ്പം അത് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി പോവാം. നല്ല വിശപ്പിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് കിടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിയൊക്കെ നാസി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയുള്ള ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഞാനും നാസിയും കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. പാപ്പു പഠിക്കുകയാണ് കേട്ടോ.
ബോട്ടിയിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കാം കേട്ടോ. ഞാൻ ആസിക്കൂട്ട് ഫ്രഷ് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് കഴുകി സെറ്റാക്കി വെച്ചതാണ്. ഇനി അതിനെ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാം. നാസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുക. ബോട്ടിയൊക്കെ കഴുകി സെറ്റാക്കി കുക്കറിലിട്ടു കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഒരുപാട് ചതച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അയ്യോ മുളകിൻ്റെ ഭയങ്കര ഇതാണ് അങ്ങനല്ല ആ എരിവ്. അപ്പം അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകണം. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇടയ്ക്കൊന്ന് ഇതിൻ്റെ കുക്കറൊന്ന് മാറ്റി കൊടുത്തിട്ടോ. മറ്റേ കുക്കറിൽ വിസിൽ വരുന്നത് ശരിയാവില്ല. അപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ വിസിലൊക്കെ വരുത്തി കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെന്തോ നോക്കണം. ആ സമയം കൊണ്ട് ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കാനൊരു ആഗ്രഹം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് ഒരു ചായ കുടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോകാനുണ്ട്. അതുകൊണ്ട് വേഗം ചായ സെറ്റാക്കി എല്ലാവരും ഒരു സ്നാക്സൊക്കെ കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പം നാസി പോയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പഴംപൊരി, ബോണ്ട ഒക്കെ ഉണ്ട്. പാപ്പ എന്താ കഴിക്കുന്നത്? ഉള്ളിവട. ഉള്ളിവട. ആമിക്ക് എന്താ വേണ്ടേ? പഴംപൊരി. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്നും കൂടെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ചായ പാപ്പൂക്കും ആമിക്കും. അങ്ങനെ വൈകിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇറങ്ങാണ് കേട്ടോ. ആമിക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാം. നമ്മൾ പോണ വഴിയിൽ ഉത്സവമാണ്. ഉത്സവം. ഓ, അമ്പലത്തിൽ നമ്മൾ ബത്തേരിയിലേക്കാട്ടോ പോണേ. അപ്പോൾ പോണ വഴിയിൽ ചെറിയ ഉത്സവമൊക്കെ ഉണ്ട് മുട്ടില്. അപ്പം ഞാൻ പറയണ ഒരു ബലൂണൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അവിടെ കാണുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പാപ്പൂനും അമ്മിക്കും അല്ലേ. ആകാശത്തിൽ പോയാൽ കിട്ടുമോ? കിട്ടില്ല. ആകാശത്തിൽ ഇങ്ങനെ പറഞ്ഞു ആണോ? നമുക്ക് നോക്കിയോ എവിടെ കാണാനേ. ഈ ഒരു ഉത്സവം കൊണ്ടാണോ ബ്ലോക്ക്? മൊത്തത്തിൽ വണ്ടികൾ കൊണ്ടുള്ള ബ്ലോക്കാണ്. എന്ത് ബ്ലോക്കാണ്. താഴമുട്ടിലെത്തി മീനങ്ങാടി. അപ്പം ചിന്തിക്കേണ്ടി വരില്ല കേട്ടോ. നല്ല ബ്ലോക്ക് മീനങ്ങാടി ഇല്ലാതെ വേറെ അങ്ങനെ പോകും. വേറെ വഴിയില്ലല്ലോ. എന്തായാലും നമുക്ക് വെറുതെ പോയി നോക്കാം. പാപ്പുന്റെ ഡ്രസ്സ് നോക്കാവോ? വേണ്ട വേണ്ട, ആരൊക്കെയോ ഇട്ടിട്ട് പോയത്. അത് വാങ്ങണോ? പാപ്പുക്ക് ഡ്രസ്സില്ലേ? പാപ്പുണ്ടല്ല, പാപ്പുക്ക് ഒരു ഡ്രസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നൂലൊന്നും പൊങ്ങാതെ. അത് ഇതേപോലത്തെ ക്രോഷ്യന്റെ ഇതേപോലെ തന്നെ ഒരു സീൻ. വലുതാ അല്ലേ? ഇതിന് എത്ര പൈസ നോക്കിക്കോട്ടെ. ഇതില്ലേ ഇങ്ങനത്തെ മറ്റേ എന്താണ് ബഷീറില് അവര് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം
അപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് മുട്ടിലെത്തിയപ്പോഴേക്കിനല്ലേ ഫുൾ ആൾക്കാരായി കേട്ടോ. ഉത്സവം ഫുള്ള് മൊത്തത്തിലൊരു വൈബായിട്ടുണ്ട് അല്ലേ പാപ്പു? ഫുൾ ആൾക്കാരും തിരക്കും നല്ല കുറേ അമ്പലത്തിലേക്ക് വരുന്നവരും പോകുന്നവരൊക്കെ ആയിട്ട് ഫുൾ നല്ല രസമായിട്ടുണ്ട് കാണാൻ. വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ദൂരെ ബലൂണൊക്കെ കൊടുക്കുന്നൊരു കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിവിടെ ഇല്ല, നമ്മൾ പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ട്. ഹായ് ഹായ്, നല്ല രസമുണ്ട് കാണാൻ. ബലൂണൊക്കെ ഉണ്ട്. വാങ്ങിയാലോ തോന്നിയോ നിനക്ക്? നല്ല തിരക്കാണ് ഇവിടെ, നിർത്താൻ പറ്റില്ല. നമ്മുടെ ബോട്ടി സെറ്റാക്കി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഇനി ഡിന്നറിന് ഇതാണ് കഴിക്കാൻ വേണ്ടി റെഡിയാക്കുന്നത്. ദോശയും ബോട്ടിയും.